നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിഞ്ഞനത്ത് പുഴയിൽ വീണ് കാണാതായ ബൈക്ക് യാത്രികനായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം നിർത്തിവച്ചു. കൊടകര പേരാമ്പ്രയിൽ ഏതാനും ദിവസങ്ങളായി നിർത്തിവച്ചിരുന്ന ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. അടച്ചുപൂട്ടിയ അളഗപ്പ NTC മിൽ തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ മാനേജ്മെന്റ് ജീവനക്കാരെ തടഞ്ഞു. 3 ദിവസം മഴ വിട്ടുനിന്നതോടെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ പ്രദേശങ്ങളെല്ലാം പൊടിയുടെ പിടിയിലായി. CPIM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് കൊടകരയിൽ തുടക്കമായി. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ കർഷക ദിനാചരണം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. പെരിഞ്ഞനത്ത് പുഴയിൽ വീണ് കാണാതായ ബൈക്ക് യാത്രികനായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് കഴിഞ്ഞ ദിവസമാണ് പുഴയിൽ വീണ് ബൈക്ക് യാത്രികനായ യുവാവിനെ കാണാതായത്. കോവിലകം സ്വദേശി പുന്നക്കത്തറ വീട്ടിൽ ബാബുരാജിന്റെ മകൻ അഖിൽ രാജാണ് മരിച്ചത്. ബൈക്ക് പുഴയിൽ വീണ സ്ഥലത്തിന് അല്പം തെക്ക് ഭാഗത്തായാണ് മൃതദേഹം കണ്ടത്. ഇന്ന് രാവിലെ മുതൽ NDRF സംഘം നടത്തിയ തെരച്ചിലിൽ ഉച്ചയ്ക്ക് 12:30യോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പുഴയിൽ ഈ പ്രദേശത്തുള്ള ഇല്ലിക്കാടിനിടയിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സേനാംഗങ്ങൾ ചേർന്ന് കരയിലെത്തിച്ച മൃതദേഹം ആംബുലൻസിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം നിർത്തിവച്ചു. കനത്ത മഴയിൽ അപ്രോച്ച് റോഡിലെ മണ്ണുറപ്പിക്കാൻ കഴിയാത്തതാണ് ഇപ്പോൾ പണി നിർത്തിവെക്കാൻ കാരണം. ബോക്സിന് ഇരുവശത്തുമായി മണ്ണിട്ട ശേഷം റോളർ ഉരുട്ടി ഉറപ്പിക്കണം. പക്ഷേ മഴവെള്ളമിറങ്ങി മണ്ണിന് ഇളക്കം സംഭവിച്ചതോടെ അടിത്തട്ട് ഉറപ്പില്ലാത്ത സ്ഥിതിയായി. മഴ മാറിയ ശേഷം പാലത്തിന്റെ അടിത്തട്ടിലെ മണ്ണ് ഉറപ്പിച്ച ശേഷം മാത്രമേ ഇനി അനുബന്ധ റോഡിന്റെ പണി ആരംഭിക്കാനാവൂ എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. സെപ്റ്റംബർ അവസാനത്തോടെ അടിപ്പാതയുടെ പണി പുനരാരംഭിക്കുമെന്ന് NHAI പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ പറഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ആരംഭിച്ച അടിപ്പാതയുടെ പണി കരാർ പ്രകാരമുള്ള 11 മാസം കഴിഞ്ഞിട്ടും എങ്ങും എത്താതെ നിൽക്കുകയാണ്. അടിപ്പാതയുടെ പ്രധാന ബോക്സിന്റെ പണി മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ബോക്സിന് ഇരുവശത്തുമായി മണ്ണിട്ട് ഉയർത്തേണ്ട അനുബന്ധ റോഡുകൾ ഇപ്പോഴും തുടങ്ങിയ അവസ്ഥയിൽ തന്നെയാണ്. ഇരുഭാഗത്തും റോഡിന്റെ വശങ്ങൾ ഉറപ്പിക്കാൻ ചാല് കോരിയത് ഇപ്പോഴും തുറന്നു കിടക്കുന്നു. പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി തള്ളിയ സാഹചര്യത്തിൽ അടിയന്തരമായി ദേശീയപാത അറ്റകുറ്റപ്പണിയും ടാറിടലും പൂർത്തിയാക്കുമെന്നും ദേശീയപാത അധികൃതർ അറിയിച്ചു. ആമ്പല്ലൂർ അടിപ്പാതയുടെ പണി ആരംഭിച്ചതു മുതൽ ഗതാഗതം സുഗമമാക്കാൻ, സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ അറ്റകുറ്റപ്പണിയും ടാറിടലും പൂർത്തിയാക്കണമെന്നും ആവശ്യമുയർന്നിരുന്നു. എന്നാൽ എല്ലാ ഉറപ്പുകളും അവഗണിച്ച് മുന്നറിയിപ്പൊന്നുമില്ലാതെ അടിപ്പാതയുടെ പണി തുടങ്ങുകയായിരുന്നു. ദേശീയപാതയിൽ അടിപ്പാത വരുന്ന ആമ്പല്ലൂരിൽ കൃത്യമായ മണ്ണിന്റെ ഉറപ്പോ പാരിസ്ഥിതിക ആഘാത പഠനമോ നടത്തിയിട്ടില്ലെന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. ഇത് ശരിവെക്കുന്ന വിധം അടിപ്പാതയ്ക്കായി എടുത്ത കുഴി മൂടി വീണ്ടും കുഴിയെടുക്കേണ്ടി വന്നിരുന്നു. കൊടകര പേരാമ്പ്രയിൽ ഏതാനും ദിവസങ്ങളായി നിർത്തിവച്ചിരുന്ന ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. കൊടകര പേരാമ്പ്രയിലെ അടിപ്പാത നിർമ്മാണമാണ് ബുധനാഴ്ച മുതൽ പുനരാരംഭിച്ചത്. അടിപ്പാതയോടനുബന്ധിച്ചുള്ള റോഡ് ടാറിംഗ് ജോലിയാണ് ബുധനാഴ്ച വീണ്ടും ആരംഭിച്ചത്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ റോഡ് നിർമ്മാണം വേഗം തീർത്ത് ടോൾ പിരിവ് ആരംഭിക്കാനാണ് റോഡ് പണി തുടങ്ങിയതെന്ന് ജനങ്ങൾ പറയുന്നു. അടച്ചുപൂട്ടിയ അളഗപ്പ NTC മിൽ തുറന്ന് പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ മാനേജ്മെന്റ് ജീവനക്കാരെ തടഞ്ഞു.
സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. 5.5 വർഷമായി അടച്ചുപൂട്ടിയ അളഗപ്പ ടെക്സ്റ്റൈൽ മിൽ ഉൾപ്പെടെയുള്ള NTC മില്ലുകൾ തുറന്ന് പ്രവർത്തിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന് യൂണിയനുകൾ ആവശ്യപ്പെട്ടു. 8 മാസത്തെ ശമ്പള കുടിശ്ശിക നൽകുക, പിരിഞ്ഞുപോയവർക്ക് ഗ്രാറ്റുവിറ്റി നൽകുക, ESI ആനുകൂല്യം നൽകുക, അർഹരായവർക്ക് ബോണസ് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മിൽ ഗേറ്റിനു മുൻപിൽ തൊഴിലാളികൾ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി K. ഗോപാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. AITUC യൂണിയൻ ജനറൽ സെക്രട്ടറി K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU യൂണിയൻ ജനറൽ സെക്രട്ടറി ആന്റോ ഇല്ലിക്കൽ, BMS നേതാവ് M. തുളസീദാസ്, K. രാധാകൃഷ്ണൻ, MG ജുനീഷ്, ER മുരളി എന്നിവർ സംസാരിച്ചു. പുതുക്കാട് SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. 3 ദിവസം മഴ വിട്ടുനിന്നതോടെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ പ്രദേശങ്ങളെല്ലാം പൊടിയുടെ പിടിയിലായി. മുരിങ്ങൂർ ജംഗ്ഷനിലാണ് പൊടിശല്യം അതിരൂക്ഷം. വാഹനങ്ങൾ പോകുന്നതിനിടെ ഉയരുന്ന പൊടി കടകളിലേക്കും സമീപത്തെ വീടുകളിലേക്കും എത്തുന്നത് പതിവായി. വ്യാപാര സ്ഥാപനങ്ങളിൽ ആർക്കും ഇരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഹോട്ടലുകൾക്കാണ് കൂടുതൽ ദുരിതം. അടിപ്പാത നിർമ്മാണത്തിനായി ഇറക്കിയ മണ്ണ് മഴയിൽ റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതാണ് പൊടിശല്യം രൂക്ഷമാകാൻ കാരണം. CPIM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് കൊടകരയിൽ തുടക്കമായി. CPIM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 20, 21, 22 തീയതികളിൽ കൊടകര പഞ്ചായത്തിൽ നടക്കുന്ന വികസന ജാഥ പതാക പഴമ്പിളിയിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം T. ശശിധരൻ ജാഥ ക്യാപ്റ്റൻ PR പ്രസാദന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം CM ബബീഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, KD അപ്പച്ചൻ, അൻവർ സാദിഖ്, ടെസ്സി ഫ്രാൻസിസ്, ദിവ്യ ഷാജു, VL ജോണി, ചിഞ്ചു പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. 21, 22 തീയതികളിലായി കൊടകര പഞ്ചായത്തിലെ 20ഓളം കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ കർഷക ദിനാചരണം നടത്തി. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TN രാമൻ അധ്യക്ഷനായിരുന്നു. മികച്ച ജൈവ കർഷകനുള്ള അക്ഷയശ്രീ അവാർഡ് നേടിയ TP വിനയൻ, പത്നി വിജിത എന്നിവരെ ആദരിച്ചു. ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G. പത്മനാഭൻ, പ്രിൻസിപ്പാൾ PG ദിലീപ്, മാനേജർ U. പ്രഭാകരൻ എന്നിവർ ആശംസ നേർന്നു. അധ്യാപിക ഷീജ PV സ്വാഗതവും കുമാരി നിരഞ്ജന മധു കൃതജ്ഞതയും രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 50 രൂപ കൂടി ഗ്രാമിന് 9,130 രൂപ, പവന് 73,840 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിഞ്ഞനത്ത് പുഴയിൽ വീണ് കാണാതായ ബൈക്ക് യാത്രികനായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം നിർത്തിവച്ചു. കൊടകര പേരാമ്പ്രയിൽ ഏതാനും ദിവസങ്ങളായി നിർത്തിവച്ചിരുന്ന ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. അടച്ചുപൂട്ടിയ അളഗപ്പ NTC മിൽ തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ മാനേജ്മെന്റ് ജീവനക്കാരെ തടഞ്ഞു. 3 ദിവസം മഴ വിട്ടുനിന്നതോടെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ പ്രദേശങ്ങളെല്ലാം പൊടിയുടെ പിടിയിലായി.
CPIM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് കൊടകരയിൽ തുടക്കമായി. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ കർഷക ദിനാചരണം നടത്തി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.